അടുത്തിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പിന്റെ ഏറ്റവും കയ്യടി നേടിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ക്യാൻസർ രോഗികൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം. നിയമസഭയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോഴിതാ യാത്രയ്ക്ക് ഒരുക്കങ്ങളായിരിക്കുന്നു. തിരുവനന്തപുരം RCCക്കും മലബാർ ക്യാൻസർ സെന്ററിന് മുന്നിലും ദിവസവും രാവിലെയും വൈകുന്നേരവും പുതിയ ബസ്സുകൾ സർവീസ് നടത്തും. നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തുള്ള ആശുപത്രി വരെയാണ് സൗജന്യ യാത്ര. അഷിൻ ഡിയാഗോയുണ്ട്. അഷിൻ, എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ഇത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമോ എന്നത്. അങ്ങനെയല്ല, KSRTC വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു. ഇതെങ്ങനെയായിരിക്കും പ്രാവർത്തികമാക്കുക? ഇത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഈ രോഗികൾക്ക് അവരുടേതായ ഒരു തിരിച്ചറിയൽ കാർഡ് നൽകും. ഈ കാർഡ് ഹാപ്പി ലോങ് ലൈഫ് പാസഞ്ചേഴ്സ് കാർഡ് എന്നുള്ളതാണ് ഈ കാർഡിന്റെ പേര്. ഈ കാർഡിൽ മുഖ്യമന്ത്രിയുടെയോ അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയുടെയോ ചിത്രങ്ങളോ പരസ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ രൂപകൽപ്പനയൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഈ കാർഡ് ഉടൻ തന്നെ ഈ രോഗികൾക്ക് കൈമാറി തുടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാർഡിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് അഡ്രസ്, അതായത് നിലവിലിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലം മുതൽ അയാൾ എവിടെയാണോ ചികിത്സ തേടുന്ന ആശുപത്രി, ആ ആശുപത്രി വരെ സൗജന്യമായിരിക്കും ഈ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഈ രോഗികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ KSRTC ബസ്സുകളിലും, ചില ബസ്സുകളിൽ മാത്രമല്ല മുഴുവൻ KSRTC ബസ്സുകളിലും ഒരു അഡീഷണലായി 2 സീറ്റുകൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളായിരിക്കും. സാധാരണ KSRTC ബസ്സുകളിൽ മുതിർന്ന പുരുഷന്മാർ, സീനിയർ സിറ്റിസൺ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും അമ്മയും കുഞ്ഞും ഭിന്നശേഷിക്കാർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ റിസർവേഷൻ ഉള്ളത്. അത് പോരാതെ ഹാപ്പി ലോങ് ലൈഫ് പാസഞ്ചേഴ്സ് സീറ്റ്, അങ്ങനെ ഒരു സീറ്റ് കൂടി, 2 സീറ്റുകൾ എല്ലാ ബസ്സിലും ഒഴിച്ചിടും എന്നുള്ളതാണ്. ഇവിടെ സ്റ്റിക്കറും പതിപ്പിക്കും. എല്ലാ സീറ്റുകളിലും ഇവർക്ക് ഇരിക്കാനുള്ള സൌകര്യമൊരുക്കും. മാത്രമല്ല, യാത്രക്കാരോട് ഇവർ മാറിത്തരണം എന്നാവശ്യപ്പെട്ടാൽ യാത്രക്കാർ പൂർണ്ണമായും സഹകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ട്. ഇതൊന്നും പോരാതെയാണ് മറ്റൊരു കാര്യം കൂടി ഗതാഗത മന്ത്രി ചെയ്തിരിക്കുന്നത്. RCCക്ക് മുന്നിലും മലബാർ ക്യാൻസർ സെന്ററിന് മുന്നിലും 2 KSRTC ബസ്സുകൾ പൂർണ്ണ സമയം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടുമായി, അതായത് ഈ യാത്രാ സൌജന്യത്തിന് പുറമെയാണ് അഡീഷണലായി 2 ബസ്സുകൾ അവിടേക്ക് മാത്രമായി സർവീസ് നടത്തുക. രാവിലെ ഒരു സ്ഥലത്തു നിന്നും, പ്രദേശത്തു നിന്നും ആ രോഗികളെയൊക്കെ അവിടെ നിന്നും എടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടിറക്കി അവിടെ തന്നെ ആ ബസ് ഉണ്ടാകും. ഈ രോഗികളെല്ലാം തിരിച്ചെത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ബസ്സും കണ്ടക്ടറും ഡ്രൈവറും എല്ലാവരുമായി തിരിച്ച് പോവുക എന്നുള്ളതാണ്. അങ്ങനെ 2 പുതിയ ബസ്സുകളാണ് KSRTC ഇവർക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വലിയ പണച്ചിലവ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും KSRTCക്ക് സൗജന്യ യാത്ര ഒരുങ്ങുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മുടെ അഷിൻ ഡിയാഗോ പങ്കുവച്ചത്.